ഹലോ, വെൽക്കം ടു ഓൾ. എല്ലാവർക്കും പാരാമെഡിക്കൽ കോഴ്സിൻ്റെ ഹെമറ്റോളജി ആൻഡ് ക്ലിനിക്കൽ പത്തോളജി ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ അനാട്ടമി ആൻഡ് ഫിസിയോളജി നമ്മൾ എൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി പുതിയൊരു ടോപ്പിക്സിലേക്ക് വരാം. ഹെമറ്റോളജി ആൻഡ് ക്ലിനിക്കൽ പത്തോളജി എന്താണ് ഇതിൽ നമുക്ക് ഫസ്റ്റ് ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ ചാപ്റ്ററാണ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ ഒന്ന് പോകാം. മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത വസ്തുക്കളെ നമുക്ക് കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ, അല്ലേ? അതിൻ്റെ പേര് പോലെ തന്നെ മൈക്രോ മീൻസ് സ്മോൾ. മൈക്രോ എന്ന് പറഞ്ഞാൽ സ്മോൾ, ചെറുത്, അല്ലേ? സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ടു വ്യൂ. ഈ ചെറിയ വസ്തുക്കളെ കാണാൻ വേണ്ടിയുള്ളതാണ് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് പോയിൻ്റ്, ദ വേർഡ് മൈക്രോസ്കോപ്പ് ഡിറൈവ്ഡ് ഫ്രം ടു ഗ്രീക്ക് വേർഡ്സ് മൈക്രോ ആൻഡ് സ്കോപ്പ്. മൈക്രോസ്കോപ്പ് എന്നുള്ള വേർഡ് വന്നിരിക്കുന്നത് രണ്ട് ഗ്രീക്ക് വേർഡ്സിൽ നിന്നാണ്. മൈക്രോ ആൻഡ് സ്കോപ്പ് എന്നാണ് ആ രണ്ട് വേർഡ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിൻ്റ്, മൈക്രോ മീൻസ് സ്മോൾ ആൻഡ് മീൻസ് ടു വ്യൂ. മൈക്രോ എന്ന് പറഞ്ഞാൽ വളരെ ചെറുത്, സ്മോൾ എന്നും, ടു വ്യൂ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ടു വ്യൂ എന്നും, കാണാനുള്ള ചെറിയ ഒബ്ജക്ട്സിനെ കാണാനുള്ള ഒരു ഉപകരണം. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ്, ദ മൈക്രോസ്കോപ്പ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ ദ വിഷ്വൽ എക്സാമിനേഷൻ ഓഫ് സ്മോൾ ഒബ്ജക്ട്സ്. മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത് വളരെ ചെറിയ ഒബ്ജക്ട്സിനെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, വിച്ച് കനോട്ട് പ്രോപ്പർലി സീൻ ബൈ ആൻ അൺഎയ്ഡഡ് ഐ. നമ്മുടെ കണ്ണുകൾ, നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയാത്ത വസ്തുക്കളെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിൻ്റ്, ഇറ്റ് വാസ് ഡിസ്കവേർഡ് ബൈ ആൻറ്റൺ വാൻ ലിയുവെൻഹോക്ക് ഇൻ 1683. ഈ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും നേട്ടം കൈവരിച്ചത്, ഈ ഡിസീസസിനെയൊക്കെ ഇപ്പോൾ ഓരോ പുതിയ പുതിയ അസുഖങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ അതിനെയൊക്കെ നമുക്ക് എന്താണ്, മൈക്രോ ഓർഗാനിസംസാണ് ഇവയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ബാക്ടീരിയാസിനെയും ഫംഗസിനെയും വൈറസിനെയൊക്കെ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ മൈക്രോസ്കോപ്പിലൂടെ. അപ്പോൾ നമുക്കത് സാധാരണ നമ്മുടെ നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയാത്തതാണ്. ഇതിനെയൊക്കെ കാണാൻ വേണ്ടി നമ്മൾ മൈക്രോസ്കോപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ച വ്യക്തിയാണ് ആൻറ്റൺ വാൻ ലിയുവെൻഹോക്ക് എന്ന. ഓക്കെ, ഇൻ 1683 1683 ആൻറ്റൺ വാൻ ലിയുവെൻഹോക്കാണ് ആദ്യമായിട്ട് മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത്. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ്, ദർ ആർ ടു ടൈപ്സ് ഓഫ് മൈക്രോസ്കോപ്സ്. നമുക്ക് പഠിക്കാനുള്ളതിൽ മൈക്രോസ്കോപ്പിനെ രണ്ട് ഘട്ടങ്ങളാക്കി തിരിക്കാം. രണ്ട് മൈക്രോസ്കോപ്സാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഒന്ന് സിമ്പിൾ മൈക്രോസ്കോപ്പും ഒന്ന് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും. ഓക്കെ, ഇനി ദ മോഡേൺ മൈക്രോസ്കോപ്സ് ആർ. മോഡേൺ മൈക്രോസ്കോപ്സിനെ നമുക്ക് ആറ് മോഡേൺ മൈക്രോസ്കോപ്സിനെ നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, സെക്കൻഡ് വൺ സിമ്പിൾ മൈക്രോസ്കോപ്പ്, തേർഡ് വൺ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ്, ഫോർത്ത് വൺ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, ഫിഫ്ത്ത് വൺ ഡാർക്ക് ഗ്രൗണ്ട് മൈക്രോസ്കോപ്പ്, സിക്സ്ത് വൺ ഫ്ലൂറസെൻ്റ് മൈക്രോസ്കോപ്പ്. ഓക്കെ, അതിൽ സിമ്പിൾ മൈക്രോസ്കോപ്പിനെ കുറിച്ച് നമുക്ക് നോക്കാം. സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ദ മൈക്രോസ്കോപ്പ് ഈസ് നത്തിങ് മോർ ദാൻ എ മാഗ്നിഫയിങ് ലെൻസ്. സിമ്പിൾ മൈക്രോസ്കോപ്പിൽ എന്താണ്, മാഗ്നിഫയിങ് ലെൻസ് ഒഴികെ വേറെ പാർട്ടുകളൊന്നും ഇല്ല. ഇനി നമുക്ക് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്താണെന്ന് നോക്കാം. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, ഫസ്റ്റ് പോയിൻ്റ്, ദ ടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്പ് ഈസ് മോസ്റ്റ് റൂട്ടീൻലി യൂസ്ഡ് ഇൻ എ ക്ലിനിക്കൽ ലബോറട്ടറി. നമ്മുടെ സാധാരണ ലബോറട്ടറികളിൽ യൂസ് ചെയ്യുന്ന, റൂട്ടീനായിട്ട് ഡെയിലി യൂസ് ചെയ്യുന്ന മൈക്രോസ്കോപ്പാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ടു സെപ്പറേറ്റഡ് ലെൻസ് സിസ്റ്റം. നമ്മുടെ ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് രണ്ട് ലെൻസ് സിസ്റ്റംസ് ഉണ്ട്. തേർഡ് പോയിൻ്റ്, ഈച്ച് ലെൻസ് സിസ്റ്റം ഈസ് പ്ലേസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ഹോളോ ട്യൂബ്. നമ്മുടെ ഈ മൈക്രോസ്കോപ്പിന് ഒരു ഹോളോ ട്യൂബ് ഉണ്ട്. ഇതിൻ്റെ പേരാണ് ബോഡി ട്യൂബ് എന്ന്. ഈ ബോഡി ട്യൂബിൻ്റെ താഴെയായിട്ട് നമുക്ക് ഈ ലെൻസ് സിസ്റ്റംസിനെ കാണാൻ കഴിയും.
Okay, next point. The lens nearer to the objects is called objective lens, and lens through which the final image is observed is called the eyepiece lens. So the compound microscope referred to as two-stage magnification. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മുടെ ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് 2-stage മാഗ്നിഫിക്കേഷൻ ഉണ്ടെന്ന് പറയുന്നത്? അതാണ് ഈ പോയിന്റിൽ പറയുന്നത്. അതായത് ദ ലെൻസ് നിയറർ ടു ദ ഒബ്ജക്ട്സ് ഈസ് കോൾഡ് ഒബ്ജക്റ്റീവ് ലെൻസ്. ഒബ്ജക്ട്സിനെ കാണാൻ യൂസ് ചെയ്യുന്ന, ഒബ്ജക്ട്സിനടുത്തിരിക്കുന്ന ലെൻസിനെയാണ് ഒബ്ജക്റ്റീവ് ലെൻസസ് എന്ന് പറയുന്നത്. അതുപോലെ ലെൻസ് ത്രൂ വിച്ച് ദ ഫൈനൽ ഇമേജ് ഈസ് ഒബ്സർവ്ഡ് ഈസ് കോൾഡ് ദ ഐ പീസ് ലെൻസ്. നമുക്ക് ലാസ്റ്റ് ഫൈനൽ ഇമേജ് കിട്ടുന്നത് ഐ പീസ് ലെൻസിലൂടെ. നമുക്ക് ഫൈനൽ ഇമേജ് കിട്ടുന്നത് ഒരു ലെൻസ് ഉണ്ട്, ഇതിൻ്റെ പേരാണ് ഐ പീസ് ലെൻസ്. ഇങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് ലെൻസും ഒരു ഐ പീസ് ലെൻസും കൂടി അടങ്ങുന്നതാണ് നമ്മുടെ ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിനെ നമുക്ക് 2-stage മാഗ്നിഫിക്കേഷൻ ആണെന്ന് പറയാം. ഓക്കെ, എന്താണ് നമ്മുടെ മൈക്രോസ്കോപ്പിൻ്റെ മെക്കാനിക്കൽ പാർട്സ് എന്ന് നോക്കാം, ഏതൊക്കെയാണെന്ന്. ദ മെക്കാനിക്കൽ പോർഷൻസ് കൺസിസ്റ്റ് ഓഫ്, ഫസ്റ്റ് വൺ, യു ഷേപ്പ്ഡ് സ്റ്റാൻഡ് ഓർ ഫൂട്ട്. നമ്മുടെ മൈക്രോസ്കോപ്പിന് ഒരു യു ഷേപ്പ്ഡ് സ്റ്റാൻഡ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഫൂട്ട് എന്നാണ് ഇതിന് പറയുക. അതിരിക്കുന്ന ആ ബേസ്, മൈക്രോസ്കോപ്പ് ഇരിക്കുന്ന ബേസാണ് അതിൻ്റെ ഫൂട്ട് അല്ലെങ്കിൽ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് പോയിൻറ്റ്, സി ഷേപ്പ്ഡ് ആം. ഒരു സി ഷേപ്പിലുള്ള ആം ഉണ്ടായിരിക്കും അതിന് പിടിക്കാൻ വേണ്ടിയിട്ട്, മൈക്രോസ്കോപ്പിനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ടു അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂസ്. ഇതിന് 2 അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂസ് നമുക്ക് കാണാൻ കഴിയും. അതിൽ ഫസ്റ്റ് വൺ ആണ് കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂ, ആൻഡ് സെക്കൻഡ് വൺ ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂ. ഫസ്റ്റ് കാണുന്ന സ്ക്രൂ കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂ ആണ്. ഇത് നമുക്ക് ബോഡി ട്യൂബിനെ താഴ്ത്താനും പൊക്കാനും ഉള്ളതാണ്. ഇനി സെക്കൻഡ് വൺ ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂ. ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ ഇമേജിനെ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിൻറ്റ്, സ്റ്റേജ് ക്ലിപ്പ്, സബ് സ്റ്റേജ്. ഒരു സ്റ്റേജ് ഉണ്ടായിരിക്കും മൈക്രോസ്കോപ്പിന്, പിന്നെ ഒരു സബ് സ്റ്റേജ്, അതിന് താഴെ ഒരു സ്റ്റേജ് കൂടെ ഉണ്ടായിരിക്കും. പിന്നെ ഇതിന് എന്തെങ്കിലും സ്ലൈഡോ എന്തെങ്കിലും വെക്കാനായിട്ട് സ്റ്റേജ് ക്ലിപ്സോ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പോയിൻറ്റ്, ഹിഞ്ച് ജോയിൻറ്റ്. ഏറ്റവും ലാസ്റ്റ് ഈ ബോഡി ട്യൂബായിട്ട് ജോയിൻ ചെയ്യുന്നിടത്ത് ഒരു ജോയിൻ്റ് ഉണ്ടായിരിക്കും, ഇതിൻ്റെ പേരാണ് ഹിഞ്ച് ജോയിൻറ്റ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ മെക്കാനിക്കൽ പാർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ മൈക്രോ ഓർഗാനിസത്തിനെ നമുക്ക് കണ്ണുകൊണ്ട് കാണാനും കഴിയില്ല, അപ്പം അതിനെ കാണാനുള്ളൊരു ഉപാധിയാണ് മൈക്രോസ്കോപ്പ്. ഓക്കെ, താങ്ക് യു.